നമസ്കാരം എല്ലാവർക്കും. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇന്ന് ഇങ്ങനൊരു പ്രസ് മീറ്റിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറായിട്ടുള്ളത്. അതേതായാലും നന്നായി. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ അമ്മയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്പോക്ക് പേഴ്സൺ അല്ല. പക്ഷേ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ആയിട്ട് ശ്രീമതി അൻസിബ ഹസൻ എന്ന ഞങ്ങളുടെ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, അതായത് ഞങ്ങളുടെ ജോയിന്റ് സെക്രട്ടറിയുടെ രാജിയെ തുടർന്ന് ഉണ്ടായ കേരള സമൂഹം പല രീതിയിലും പല വ്യാഖ്യാനങ്ങളും അതിന് കൊടുത്ത് ആ കുട്ടി തന്നെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പല കാര്യങ്ങളും ഞങ്ങൾ അംഗങ്ങൾക്കെതിരെയൊക്കെ ഉന്നയിച്ചുകൊണ്ട് പല വാർത്തകളും ഞങ്ങൾ വാർത്താ ചാനലുകളിൽ കണ്ടു. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന പറയും. അപ്പോ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നിങ്ങളോട് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു പ്രസ് മീറ്റിന് തയ്യാറായിരിക്കുന്നത്. പറഞ്ഞ് ഫലിപ്പിക്കാൻ എന്റെ അത്ര എക്സ്പെർട്ട് കേരളത്തിൽ വേറെ ആരുമില്ല. കാരണം അൻസിബ ഹസനെതിരെ വ്യാജ കേസ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ വനിതാ എക്സിക്യൂട്ടീവ് അംഗം വേറെ ആരുമല്ല, അത് അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ലക്ഷ്മിപ്രിയ എന്ന ഞാനാണ്. അത് കൊടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഡിസംബർ 10 എന്റെ ഫോണിലേക്ക് ശ്രീമതി അൻസിബ ഹസൻ ഒരു മെസ്സേജ് അയച്ചിരുന്നു. ഞാനിവിടെ കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ചെറിയ പ്രായത്തിൽ വിവാഹിതയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ എണീക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. അപ്പോൾ എന്റെ കുടുംബത്തിൽ എന്റെ ഫോൺ എന്ന് പറയുന്നത് നമ്പർ ലോക്കുകളോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലോക്കുകളോ ഉള്ളതല്ല. എനി ടൈം എന്റെ ഹസ്ബൻഡിനോ എന്റെ മകൾക്കോ എന്റെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാൽ അവർക്കോ ആക്സസ് ചെയ്യാൻ പാകത്തിൽ ഓപ്പൺ ആയിട്ടാണ് എന്റെ ഫോൺ എപ്പോഴും വെച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോ ഡിസംബർ 10 രാത്രിയിൽ അൻസിബ ഹസൻ എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. പല ആവർത്തി അൻസിബയുടെ അടുത്ത് പറഞ്ഞു, അൻസിബ ഇതെന്താണ് ഈ മെസ്സേജ് അയക്കാനുള്ള ഒരു റീസൺ എന്ന് എന്റെ അടുത്ത് പറയണം എന്ന് ഞാൻ പല ആവർത്തി ആവശ്യപ്പെട്ടു. എന്നിട്ട് നമ്മുടെ ഇവിടെ ഹിൽ പാലസ് വനിതാ സെല്ലിൽ ഞാൻ ജനുവരി ഒരു മധ്യത്തോടു കൂടിയിട്ടാണ് എന്നാണ് എന്റെ ഓർമ്മ. അന്ന് ഞാൻ അവിടെ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നത്. എന്താ സംഭവം കേക്കട്ടെ. ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ നിരവധി പേരുണ്ട്. അൻസിബ മാത്രം പറഞ്ഞെങ്കിലല്ലേ അൻസിബയ്ക്കെതിരെ അതൊരു അലിഗേഷൻ ആയിട്ട് വരുള്ളൂ. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളായിരുന്നു ഇവരുടെ ലക്ഷ്യം. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം, ഭാരവാഹിത്വത്തിൽ ഇരുന്നപ്പോ അമ്മയില് നല്ല ഫണ്ട് വരുന്നുണ്ട്. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. അപ്പൊ ഫണ്ട് വരുന്നത് നമുക്ക് ഡൊണേഷൻ ആയിട്ടേ ബൈലോ പ്രകാരം വാങ്ങിക്കാൻ പറ്റുള്ളൂ. അത് ഈ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. പാവപ്പെട്ട ആളുകൾക്ക് ഈ പൈസ മാത്രം വെച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ അനാഥരായി പോരുതെന്ന് മാത്രമേ എനിക്കുള്ളൂ. മരുന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫണ്ട് വരുന്നത്, അതായത് ഞങ്ങളിലൂടെ മാത്രമേ അമ്മയിലേക്ക് വരാൻ പറ്റുകയുള്ളൂ എന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഈ സ്പോൺസേഴ്സ് ആദ്യം ബന്ധപ്പെടുന്നത് ഈ പറഞ്ഞ ഭാരവാഹികളെ ആയിരിക്കും. അപ്പൊ ഭാരവാഹികളെ ബന്ധപ്പെടുമ്പോൾ ഈ ഭാരവാഹികൾ ത്രൂവേ ഇതിലേക്ക് അമ്മയിലേക്ക് വരാൻ പറ്റുള്ളൂ, അമ്മയിലൊരു ഇടം കിട്ടുള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഈ സ്പോൺസേഴ്സ് ചെയ്തു കൊടുക്കും. വേഗം ചെന്ന് നിന്റെ തലക്കാലത്തിരിക്കുന്ന രഹസ്യം പരസ്യമാക്കിട്ടു. അവർക്ക് വർക്കിന്റെ രീതിയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ കമ്മീഷൻ ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു ലാഭം അവിടെ ഉണ്ട്. അപ്പൊ പണം സമ്പാദിക്കാൻ പറ്റുന്നുള്ളത് 101% ഉറപ്പാണ്. ആണെങ്കിൽ ഇത് വലിയൊരു ഗുരുതരമായ പ്രശ്നമാണ്. ഇപ്പൊ അമ്മ സ്ഥാപിച്ചതിന്റെ ലക്ഷ്യങ്ങളിൽ നേരെ വിപരീതമായിട്ടാണല്ലോ ഇവര് ചിന്തിക്കുന്നത്. ഒരു മാഫിയ സംഘമാണോ ഇവര്? എനിക്കറിയില്ല. പിന്നിൽ ആരൊക്കെയാ ഉള്ളത്? അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ടീനിച്ചേട്ടൻ അവിടെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് പ്രസിഡന്റാ. ശ്വേത തന്നെയാണ്. ഇവര് അറിഞ്ഞു തന്നെയാണ് ഈ നീക്കങ്ങൾ. ടീനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്വേത അറിഞ്ഞിട്ടുണ്ടാവും. ഉറപ്പായിട്ടും അറിയാം. അറിയില്ലാന്ന് ഇപ്പൊ ചേച്ചി പറയുമായിരിക്കും. സ്വാഭാവികം. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എനിക്കെതിരെ പല കേസുകൾ വരാനും സാധ്യതയുണ്ട്. ഞാൻ ഇതെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അല്ല, കേസുകളുടെ കാര്യത്തില്ല, കാര്യം ഒരു സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യമല്ലേ. അപ്പൊ ഒരു കാര്യം കൂടി, അൻസിബ ഈ കാര്യങ്ങൾ ശ്വേതയോട് പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എപ്പോഴും? ഞാന് ഒരു തവണ ഇങ്ങനെ മോശമായി പറയുന്നുണ്ട്, എന്നെ മതതീവ്രവാദിയാക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല. കാരണം ഈ എനിക്കെതിരെ വനിതാ ഭാരവാഹി തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ വ്യാജ പരാതി കൊടുത്തപ്പോ ഞാൻ വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞ ഡയലോഗ് ഞാൻ പറഞ്ഞില്ലേ, നത്തിങ് ടു ഡു വിത്ത് അമ്മ. ശ്വേതയിൽ വിശ്വാസമില്ല, പ്രസിഡന്റിൽ വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമില്ലായിരുന്നു. പിന്നെ ഞാൻ എന്ത് പറയാനാ?
എപ്പോഴെങ്കിലും അപമാനിക്കപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ട്? അതായത് ഇതൊക്കെ പറഞ്ഞു തീവ്രവാദി എന്ന് പറഞ്ഞ് അപമാനിക്കപ്പെട്ടു, എന്നാൽ പെൺകുട്ടി എന്ന നിലയിൽ വളരെ മോശമായിട്ട് ഇങ്ങനെ എത്രയോ വട്ടം അതിന് പിന്നെ ഇവൻ ആരാന്നറിയോടി നിനക്ക് ടീം ടീമുമാണോ? ഉറപ്പായിട്ടും ഉണ്ട്. ഈ അമ്മയിൽ നിന്ന് ഇപ്പൊ നീതി പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. സ്വാഭാവികം. ടിനി ടോം എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ സകല ചരിത്രം അറിയാല്ലേ? ടിനി ടോം എന്ന് പറയുന്ന വ്യക്തിയെ നേരിട്ട് അറിയുന്ന എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തുകയോ ഇങ്ങനെ ഇടപെടുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ആഞ്ജനേയ ഭഗവാനാണ്, പഴനി ആണ്ടവനാണ്. ഞാൻ ഏറ്റുപറയുന്നു, ഞാൻ സത്യം മാത്രമേ പറയൂ. സ്ത്രീകളെ ഏറ്റവും അധികം ബഹുമാനിക്കുകയും ഏറ്റവും സന്തോഷത്തില് രസത്തില് തോളിൽ കൈയിട്ട് ചേർന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന, ഏത് പാതിരാത്രി നമുക്ക് അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ബാക്കി പറയട്ടോ? പറ. സംഭവം മാത്രം ചുരുക്കി പറഞ്ഞാൽ മതി. അപ്പം അദ്ദേഹത്തിനെതിരെ ഇത്തരം പരാതികൾക്കെല്ലാം ഉറവിടം എന്ന് പറയുന്നത് ഞങ്ങളുടെ സെക്രട്ടറിയും ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കഥകളുടെയും പിന്നിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിന്റെ എല്ലാം പിന്നിൽ നീന കുറുപ്പ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വ്യക്തിയാണ്. അയ്യോ ദാരിദ്ര്യം.